അതൊക്കെ കണ്ടു ഫോണ് എന്ത് സാധനം ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് പറ അവർക്ക് പറഞ്ഞെടുക്ക് ലിപ്സ്റ്റിക് പറ ഇതാണ് ഇത് കാണിച്ചു കൊടുക്ക് അത് നീല കറക്റ്റ് ആണ് ഇത് കാജൽ നീല കാജൽ ഓക്കെ നീല ഇതോ വെരി ഗുഡ് ചോപ്പാ ഓർഡർ നീല അല്ലടാ നീല അവിടെ വെക്ക് കഴിഞ്ഞോ കഴിഞ്ഞല്ലേ അമ്മയ്ക്ക് വീഡിയോ എടുക്കണേ. ഹലോ, ഇന്ന് നമ്മൾ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള കാജലുകളൊക്കെയാണ് കാണുന്നത്. അതേപോലെ തന്നെ കുറച്ച് ഐബ്രോ പ്രൊഡക്റ്റുകൾ, പിന്നെ 2-3 ലിപ്സ്റ്റിക്ക്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണെന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പുരികം എഴുതിയിട്ടില്ലാത്തതും കൊണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു കുഞ്ഞു ട്യൂട്ടോറിയൽ കാണിച്ചത് മാത്രം. ഇത് ഞാനൊരു മാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ഐബ്രോ പാലറ്റ് ഉണ്ട്. അതിൽ തന്നെ അടുത്ത ബ്രഷ് അല്ല കേട്ടോ, വേറൊരു ബ്രഷ് എടുത്തു മാത്രം. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഐബ്രോസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വേറെ എൻ്റെ അടുത്ത് മിസ് ക്ലെയറിനെ വരുന്നുണ്ട് ഒരു ഐബ്രോ പാലറ്റ്, അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ കാജലുകൾ. മെയിനായിട്ട് ഞാൻ ഒരു നമ്മുടെ ഫേസസ് കാനഡേൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ മെബലൈൻ്റെ ഉണ്ട്, അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതല്ലാണ്ട് കാണിക്കണതൊക്കെ മുൻപ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. പിന്നെ ഞാൻ കുറച്ച് പുതിയത് മേടിച്ച് നോക്കിയത് മാത്രം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വെറൈറ്റി സാധനമാണ്. ഇത് ചിലരുടെ കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ എനിക്കിത് വെറൈറ്റി ആകാൻ കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടത്. ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടാണ് കേട്ടോ. ആരുടെയിലും കണ്ടത് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാനത് നോട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ആമസോണിൽ സാധനങ്ങൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ ഒരു റെനേൻ്റെ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടത്. നമ്മുടെ പണ്ടൊക്കെ പെണ്ണുണ്ടായിരുന്നില്ലേ, ചുവപ്പ്, നീല, കറുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റതിൽ വരുന്നത്, അതേപോലത്തെ സെയിം കാജലാണ് ഇതെന്ന് പറയണത്. സെയിം കളേഴ്സ്, ഒരു ടീൽ, നമ്മുടെ ബ്ലൂ കളർ, അതേപോലെ തന്നെ ആ ഒരു പച്ച കളറല്ലേ അതും, പിന്നെ ബ്ലാക്കും അതേപോലെ ബ്രൗൺ കളർ, ഈ ഒരു 4 കളേഴ്സാണ് വരുന്നത്. 4-in-1 കാജലാണ്. 445 രൂപയാണ് ഈ ഒരു കാജലിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അപ്ലിക്കേഷനൊക്കെ കുഴപ്പമൊന്നുമില്ല, ഈസി തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ആദ്യം ഞാൻ വെച്ചത് എങ്ങനെയാണ് അങ്ങോട്ട് തീരുന്നതനുസരിച്ച് പ്രൊഡക്റ്റ് കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ നോർമലി കാജൽ എങ്ങനെയാണ് നമ്മളിങ്ങനെ തിരിച്ച് മേലേക്ക് കൊണ്ടുപോകില്ലേ, അതേപോലെ തന്നെ കൊണ്ടുവന്നാൽ നമുക്കത് കാജൽ മേലേക്ക് ഇങ്ങനെ ആ ഒരു പ്രൊഡക്റ്റ് വരും കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ബ്ലാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എഴുതി കാണിച്ചാണ്. നമ്മൾ മിക്കവാറും ബ്ലാക്ക് തന്നെയാണ് യൂസ് ചെയ്യുക. ഇനിയിപ്പം നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് നീല, പച്ചയൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ഞാൻ മേടിച്ച് നോക്കിയെന്ന് മാത്രം കേട്ടോ. എഴുതി കഴിഞ്ഞാൽ ഭംഗിയൊക്കെ ഈ ഒരു ബ്ലാക്ക് തന്നെയാണ്, ഒരു പ്രത്യേക ഭംഗി അങ്ങനെ തന്നെയാണ് കേട്ടോ. ബ്ലൂവും രസമുണ്ട്. നമ്മൾ ചില ഡ്രസ്സുകളൊക്കെ ഇടുന്ന സമയത്ത് ബ്ലൂ ഓക്കെയാണ്. ബ്ലൂവും ബ്രൗണൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്മോക്ക് കേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വേണം യൂസ് ചെയ്യാം. പച്ച എന്തിനാണോ ഉപയോഗിക്കുക. എന്തായാലും നമുക്ക് ചില ലുക്കൊക്കെ കാണാറില്ലേ, ആരുടെയാണ്, പ്രയാഗ മാർട്ടിനൊക്കെ കണ്ടിട്ടില്ലേ, ചില ഇങ്ങനെ ഒരു ഭയങ്കര വെറൈറ്റി സാധനങ്ങളൊക്കെ പിടിക്കണേ, അതേപോലെയൊക്കെ ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ കുറച്ച് ശാലീന ഭംഗിയിൽ കണ്ണുതാനൊക്കെ ആണെങ്കിൽ എപ്പോഴും ബ്ലാക്ക് തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എന്തായാലും ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കണ്ടു, അതേപോലെ ഒന്ന് മേടിച്ച് നോക്കി നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു കാജൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ണിൽ ഞാൻ ആ ഒരു ബ്ലാക്ക് ഉപയോഗിച്ചിട്ടും മറ്റേ കണ്ണിൽ ഈ ഒരു കളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന് ഞാൻ പറഞ്ഞില്ല, ഇതിന് 445 രൂപ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഉറപ്പാണെങ്കിൽ മാത്രം നമുക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതെന്താ നിക്കട്ടാ കയ്യിലെന്തൊക്കെയാ പറ. വെള്ളല്ലോ, കറുപ്പ്, നീല, അത് നീല, അത് ബ്രൗൺ, പച്ച. ഇതിന്റെ അമ്മയുടെ കണ്ണില് നീല. ഇട്ട കേട്ടോ, നനച്ചിടുമ്പോളാ നീ ഓടിക്കാം. അത് റിംഗ് ലൈറ്റ് കഴിഞ്ഞില്ലേ, പണിയില്ലേ, വിട്ട സ്ഥലം കലയിക്കാം. അച്ഛനെ നമ്മുടെ കുട്ടി
പിന്നെ അടുത്തത് ഈ ഒരു ഷുഗറിൻ്റെ ആണ്. ഷുഗർ പോപ്പ് നമ്മുടെ കാജലാണ്. ഇതിന് നല്ല കാജലാണ് കേട്ടോ. ഇത് ഞാൻ മുൻപ് യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് ഏകദേശം വരുന്നത് 148 രൂപയാണ്. ശരിക്കും 179 രൂപയ്ക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് ഓഫറിലാണ് ഇത് 148 രൂപയ്ക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ 16 ഹവേഴ്സ് ലോങ് വിയർ കാജലാണ്. വാട്ടർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്, ഇൻറ്റൻസ് മാറ്റ് ഫിനിഷ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൺഫ്ലവർ സീഡ് ഓയിൽ ആൻഡ് വിറ്റാമിൻ ഇ ആണ് വരുന്നത്. വെൽവെറ്റ് സ്മൂത്ത് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ട്രാൻസ്ഫർ പ്രൂഫ് ആണ് കേട്ടോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന കാജലല്ല. 0.3 ഗ്രാം ആണ് വരുന്നത്. അടുത്ത നമ്മുടെ ഈ ഒരു ലാക്മേൻ്റെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാജലാണ് കേട്ടോ. ലാക്മി ഐക്കോണിക് കാജലാണ് സംഭവം. അതിൻ്റെ റേറ്റ് വരുന്നത് 157 രൂപയാണ്. ഇത് കുറച്ചും കൂടെ ഒരു ക്രീമിയാണ്. ഭയങ്കര ഈസി ആപ്ലിക്കേഷൻ കേട്ടോ. കുറച്ചും കൂടെ ആ ഒരു എഴുതുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കളർ വരുന്നില്ലേ, അങ്ങനത്തെ രീതിയിലൊരു കാജലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടെ ഒന്നുകൂടെ ക്രീമി ആയതുകൊണ്ടായിരിക്കും. കണ്ടോ, വരയ്ക്കുന്ന സമയത്ത് അതേപോലെയാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് മായ്ക്കുമ്പോഴും കുറച്ചും കൂടെ ട്രാൻസ്ഫർ ആവുന്നത് അത് തന്നെയാണ്. മറ്റേതൊക്കെ കണ്ടോ, അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അത് കുറച്ചുകൂടെ ക്രീമി ആയതുകൊണ്ടാണ്. പിന്നെ അടുത്ത് ഞാൻ കാണിച്ചത് നമ്മുടെ ഒരു ബ്ലൂ ഹെവൻ്റെ ആ ഒരു കാജലാണ്. അതാണെങ്കിൽ കുറച്ചും കൂടെ ട്രാൻസ്ഫർ ആവാത്ത എനിക്ക് തോന്നി. നന്നായിട്ട് തന്നെ സ്റ്റേ ചെയ്ത് നിൽക്കണ ഒരു കാജലാണ്. അതിൻ്റെ ഏകദേശം ഒരു 100 സംതിങ് ഒക്കെ 150 താഴേക്ക് ആയിട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ. എല്ലാം കൊണ്ടോ ഒന്ന് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ പേരെന്താ പറയുക, ഞാൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് ഫോണിലൊക്കെ മാറി മാറി നോക്കണേ കൊണ്ടാണ്. ഞാൻ കൊണ്ട് കറക്റ്റ് ആ ഒരു പ്രൊഡക്റ്റിലെ പേര് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മെബലൈൻ്റെ കൊളോസൽ കാജലാണ്. ഇത് റേറ്റ് വരുന്നത് 100 സംതിങ് തന്നെയാണ്. അതിന് 139 രൂപയാണ് വരുന്നത്. ഇതും ഞാൻ വളരെ കാലം മുൻപേ യൂസ് ചെയ്യുന്നതാണ്. നല്ല പരിചയമുള്ളൊരു കാജലാണ് കേട്ടോ. എനിക്ക് ആത്മബന്ധമുള്ള കാജലാണ്. കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സംഭവം, അതായത് നമ്മുടെ ഫേസസ് കാനഡൻ്റെ കാജൽ, ഇത് മിക്കവാറും ഞാൻ കോംബോയിൽ വരുന്നത് ആണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സിംഗിളായിട്ട് കിട്ടും 107 രൂപയേ ഉള്ളൂ. ഭയങ്കര എനിക്കൊന്നും ഉള്ളതിൽ ഇപ്പോൾ ഞാൻ കാണിച്ചാലേ റേറ്റ് കുറവ് ഇതിനല്ലേ ഉള്ളൂ. അതും അതേപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫായിട്ടുള്ള സ്മച്ച് പ്രൂഫായിട്ടുള്ള ഒരു സംഭവമാണ്. നല്ല കാജലൊക്കെ കാണിക്കണതൊക്കെ നല്ല കാജൽ തന്നെയാണ്. ഡോണ്ട് വറി, അങ്ങനെ പെട്ടെന്നൊന്നും മാഞ്ഞു പോവില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് നമ്മുടെ ഈ ഒരു ഷുഗറിൻ്റെ, ഞാൻ എപ്പോഴും കാണിക്കുന്ന ആ ഒരു ബേജ് ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും അതേപോലെ തന്നെ ഷിമ്മർ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഷെയ്ഡുകളാണ് വരുന്നത്. അപ്പം ആദ്യം കാണിച്ചത് നമുക്ക് ആ ഒരു ലിപ്സിൽ അപ്ലൈ ചെയ്യാം. ഇനിയിപ്പം നമുക്കൊന്ന് ഔട്ട്ലൈൻ ആക്കി കൊടുക്കണമെങ്കിൽ ചിലർക്ക് ഇത് വാഷ് ഔട്ട് ആവുന്ന കളറാണ്. അതുകൊണ്ടാണ് ഈ ഒരു കളറ്, നമ്മൾ ഈ ഒരു ബ്രൗൺ കളറും കൂടെ അപ്ലൈ ചെയ്യുമ്പം നല്ലൊരു പെർഫെക്റ്റ് ലുക്കാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ലിപ് കോംബോയാണ് ഈ ഷുഗറിൻ്റെ 2 ലിപ്സ്റ്റിക്കുകൾ. അതിന് റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കുകൾക്ക് റേറ്റ് വരുന്നുണ്ട് 300-400 ഒക്കെ എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ഉള്ളത്. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ കാജൽ. പിന്നെ അടുത്തത് ഇപ്പോൾ ഞാൻ എന്തേ കാണിക്കാൻ പോണത്, ഏതൊരു കാജൽ, ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്ലൂ കാജലുണ്ട് മേടിച്ചെന്നു. ഇതും ഇതായിരുന്നു വിദ്യമ ബ്രാൻഡ് ഫേസസ് കാനഡ എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് അധികം മേടിക്കണമെന്നില്ല, കാരണം ഭയങ്കര പാടാണ് എഴുതാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് ഐബ്രോ പ്രൊഡക്റ്റുകൾ കാണിച്ചു തരാം. ഇത് നമ്മുടെ ചാമസി മിലാനോൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ടും മറ്റേ നമുക്കിങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കാനായിട്ടും അടിപൊളി സംഭവമാണ്. ഈ ഐബ്രോസ് ഇത് ഭയങ്കര ഈസിയാണ്. പിന്നെ ഈ കാണുന്ന 2 നമുക്കിങ്ങനെ പെന്നാണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ മുൻപ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എടുത്ത് പറയാത്തത് കേട്ടോ. നമുക്കിങ്ങനെ ഓരോ സ്ട്രോക്കായിട്ട് ഓരോ പുരികം പോലെ വരയ്ക്കാൻ പറ്റില്ലേ, അങ്ങനത്തെ മോഡലാണ് ഈ ഒരു മിലാനോൻ്റെ. അടിപൊളി നല്ലതാണ്. ആ ഒരു പെന്ന് ഞാനിപ്പോൾ കാണിച്ചില്ല, 2 അത് എഴുതിയാലും തുടച്ചാലും പോവാത്ത സംഭവമാണ് കേട്ടോ. പിന്നെ നേരത്തെ കണ്ട ബ്ലൂ ഹെവൻ്റെ ഒരു ഐബ്രോ പെന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചതാണ് കേട്ടോ. ഇത് പിന്നെ മാൾസിൻ്റെ നമ്മുടെ ഐലൈനർ പെന്നാണ്. അടിപൊളി കിടുക്കാച്ച സാധനമാണ്. നമുക്കിത് ഐലൈനറൊക്കെ സാധാരണ നമ്മുടെ ചിലർക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ വിങ്ങൊക്കെ ഇട്ട് എഴുതില്ല, നമ്മൾ വാലിട്ടൊക്കെ എഴുതുന്ന സമയത്ത് ഇതേപോലത്തെ ഐലൈനർ പെന്നുകൾ അടിപൊളിയാണ്. നമുക്ക് എഴുതാനൊക്കെ ഇങ്ങനത്തെ വാലൊക്കെ എഴുതാനായിട്ട് ഈസി ആയിരിക്കും മൊത്തത്തിൽ കേട്ടോ. നമുക്ക് ഐലൈനറിനെക്കാട്ടും ഐലൈനർ എഴുതാൻ ബുദ്ധിമുട്ടുള്ള കേസാണ് പറയണത്. ഇതാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 2 കണ്ണിലും കൂടെ ആ ഒരു വിങ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഈ ഒരു മെബലൈൻ്റെ മസ്കാര യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഐലാഷസ് ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ കുറച്ച് പ്രൊഡക്റ്റുകൾ. മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.